ഹായ് എവ്രി വൺ. ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഡൗട്ട് അല്ലെങ്കിൽ പിള്ളേർ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു സംഭവമാണ് ഈ ഡിപ്രീസിയേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇമ്പയർമെൻ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. അല്ലെങ്കിൽ നമ്മൾ റീവാല്യൂ ചെയ്യുമല്ലോ, ഈ റീവാല്യുവേഷൻ ഇമ്പയർമെൻറ്റ് തമ്മിൽ എന്താ വ്യത്യാസം? ഇങ്ങനെയൊക്കെയുള്ള ചില ഡൗട്ടുകൾ കോമൺലി കാണുന്ന ഡൗട്ടാണ്. അപ്പോൾ ആ ഒരു സംഭവം കൃത്യമായിട്ട് അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ബേസിക്കലി നമ്മൾ നോക്കുവാണെങ്കിൽ ആദ്യം നമുക്ക് ഡിപ്രീസിയേഷൻ അതുപോലെ തന്നെ ഇമ്പയർമെൻറ്റ് ലോസ്, ഈ രണ്ട് കോൺസെപ്റ്റുകളൊന്നും നോക്കാം. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അസറ്റ് നമ്മൾ വാങ്ങിക്കുന്നു. അസറ്റ് സാധാരണ വാങ്ങിക്കുന്നത് ലോങ് ടേമിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ലോങ് ടേമിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി അസറ്റ് വാങ്ങിച്ചു, അപ്പോൾ അതിൻ്റെ ബുക്സിലേക്ക് വന്നു. അപ്പോൾ ഇത് ഒറ്റയടിക്ക് ഒരു വർഷത്തിൽ മാത്രമല്ല അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ ആ ബെനഫിറ്റ് കിട്ടുന്ന പീരിയഡ് ഏതാണെന്ന് നോക്കി, അപ്പോൾ അതിൻ്റെ ബേസിസിൽ പ്രോപ്പറായിട്ട് നമ്മളുടെ മാച്ചിങ് കോൺസെപ്റ്റ് അനുസരിച്ച് ഓവർ ദി പീരിയഡ് അതിൽ റിഡക്ഷൻ ഇൻ വാല്യൂ വരുന്നത് എത്രയാണോ അതിനെ ഓവർ ദി യൂസ്ഫുൾ ലൈഫ് അലോക്കേറ്റ് ചെയ്യാനായിട്ടാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉള്ളത്. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന സംഭവം പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് ടു കംപ്ലേ വിത്ത് ദി മാച്ചിങ് കോൺസെപ്റ്റ്. നമ്മുടെ മാച്ചിങ് കോൺസെപ്റ്റുമായിട്ട് കംപ്ലേ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് അലോക്കേഷൻ ഓഫ് ഡിപ്രീഷ്യബിൾ എമൗണ്ട് ഓഫ് ആൻ അസറ്റ് ഓവർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. ഒരു അസറ്റിന് അതിൻ്റെ കോസ്റ്റിൽ നിന്ന് എത്രയാണോ ഓവർ ദ പീരിയഡ് റിഡക്ഷൻ വരിക, കോസ്റ്റ് മൈനസ് റെസിജ്വൽ വാല്യൂ, അല്ലെങ്കിൽ നമ്മൾ റീവാല്യൂ ചെയ്ത അസറ്റ് ആണെങ്കിൽ പിന്നെ റീവാല്യൂഡ് എമൗണ്ട് ആയിരിക്കും ബുക്സിൽ ഉണ്ടാവുക. അപ്പോൾ റീവാല്യൂഡ് എമൗണ്ട് മൈനസ് റെസിജ്വൽ വാല്യൂ, അങ്ങനെ ഓവർ ദ പീരിയഡ് റിഡക്ഷൻ ഇൻ വാല്യൂ എത്രയാണോ വരാൻ പോകുന്ന എമൗണ്ട്, ആ എമൗണ്ടിനെ ആ അസറ്റിൽ നിന്ന് ബെനഫിറ്റ് കിട്ടുന്ന പാറ്റേൺ അനുസരിച്ച് ഓവർ ദ പീരീഡ് അലോക്കേറ്റ് ചെയ്യുന്ന കോൺസെപ്റ്റാണ്. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡിപ്രീസിയേഷൻ. ഓക്കെ, അപ്പം ഇങ്ങനെ മാച്ചിങ് കോൺസെപ്റ്റ് കംപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ഡിപ്രീസിയേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു അസറ്റ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു 1,00,000 രൂപയ്ക്ക് അസറ്റ് വാങ്ങിച്ചു, 5 വർഷമാണ് യൂസ്ഫുൾ ലൈഫ്, SLM മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്ത് വരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരുന്നപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, നിങ്ങൾ 1,20,000 ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് 80,000 ഇപ്പോഴത്തെ വാല്യൂ. ഇനി ആ 80,000 എന്ന് പറയുന്ന വാല്യൂവിൽ നിന്നും നമ്മൾ നോക്കുവാണെങ്കിൽ പിന്നീട് എന്ത് സംഭവിച്ചു? ഈ 1,00,000 നിന്ന് ആദ്യം നമ്മൾ 20,000 ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തു. ദെൻ വീണ്ടും സെക്കൻഡ് ഇയറിലും 20,000 ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തു. ഇപ്പോൾ ബുക്സിലെ വാല്യൂ 60,000 നിൽക്കുന്നു എന്ന് വിചാരിക്കാം. ഇങ്ങനെ ഒരു നിൽക്കുന്ന സിറ്റുവേഷനിലാണ് നമുക്ക് മനസ്സിലായി ഈ അസറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ അസറ്റിൻ്റെ ഫിസിക്കൽ ഡാമേജ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ അസറ്റ് ഷോർട്ട് സർക്യൂട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഫ്ലഡ് വന്നപ്പം ഇതിനകത്ത് വെള്ളം കയറിയായിരുന്നു. ഇങ്ങനെ എന്തൊക്കെയൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഈ അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ നിർത്തിയേക്കുന്ന ഈ 60 ഇല്ല എന്ന് നമുക്ക് തോന്നുവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ പ്രൂഡൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. പ്രൂഡൻസ് അല്ലെങ്കിൽ കൺസർവേറ്റിസം. നമ്മൾ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല, ബട്ട് ഒരു ലോസ് ഉണ്ട് എന്ന് അറിയാമെങ്കിൽ ഇമീഡിയറ്റ്ലി പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഒരു അസറ്റും ഓവർ വാല്യൂഡ് ആവരുത്, ഒരു ലയബിലിറ്റിയും അണ്ടർ വാല്യൂഡ് ആവരുത്, ഒരു ഇൻകം ഓവർ സ്റ്റേറ്റഡ് ആവരുത്, ഒരു എക്സ്പെൻസും അണ്ടർ സ്റ്റേറ്റഡ് ആവരുത്. ഇത് കംപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ പ്രൂഡൻസ് കോൺസെപ്റ്റ് ഉള്ളത്. അപ്പോൾ ഈ പ്രൂഡൻസ് കോൺസെപ്റ്റ് അപ്പോൾ തലവെക്കും. അസറ്റിൻ്റെ വാല്യൂ കുറവാണ്, ബുക്സിലുള്ളതിനേക്കാളും അസറ്റിൻ്റെ വാല്യൂ കുറവാണ് എന്ന ഇൻഡിക്കേഷൻ എന്തെങ്കിലും വന്നാൽ പ്രൂഡൻസ് കോൺസെപ്റ്റ് പ്രകാരം അസറ്റിലെ വാല്യൂ കുറവുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യണം. ആ ലോസ് റെക്കോർഡ് ചെയ്തിട്ട് എത്രയാണോ ഇന്നുള്ള വാല്യൂ അതിനേക്കാൾ മുകളിലുള്ള വാല്യൂവിൽ അസറ്റ് വാല്യൂ ചെയ്യുന്നില്ല എന്ന് എൻഷുർ ചെയ്യണം. അസറ്റ് ഓവർ വാല്യൂഡ് അല്ല എന്ന് എൻഷുർ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ അസറ്റിൽ നിന്ന് മാക്സിമം എത്ര റിക്കവറബിൾ എമൗണ്ട് ഉണ്ടെന്ന് നോക്കും. അതായത് ഈ അസറ്റ് ബിസിനസ്സിൽ ഉപയോഗിച്ചാൽ എത്ര ബെനിഫിറ്റ് കിട്ടും. ഇപ്പോൾ ഫ്യൂച്ചറിൽ കിട്ടുന്ന ക്യാഷ് ഫ്ലോസ് എടുക്കും. ആ ക്യാഷ് ഫ്ലോസ് എടുത്തിട്ട് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ, ഇന്നത്തെ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യും. കാരണം ഇന്നത്തെ ഡേറ്റിലാണ് എല്ലാം കമ്പ്യൂട്ടേഷൻ നമ്മൾ നോക്കുക, ഇന്നത്തെ ബുക്കിലുള്ള വാല്യൂ. ഓക്കെ, അതുപോലെ തന്നെ ഇന്ന് വിറ്റാൽ എന്ത് വാല്യൂ കിട്ടും, അങ്ങനെ ഇന്നത്തെ ബേസിലുള്ള വാല്യൂ ആണ് ബാക്കിയെല്ലാം നോക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ കിട്ടുന്ന ക്യാഷ് ഫ്ലോസിൻ്റെ ഇന്നത്തെ വാല്യൂയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രസൻറ്റ് വാല്യൂ എടുക്കും. അങ്ങനെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസ് എടുക്കും. സെക്കൻഡ്ലി നമ്മൾ ഈ അസറ്റ് ഇനി ഇപ്പം ബിസിനസ്സിൽ ഉപയോഗിക്കുന്നില്ല, വിൽക്കാൻ തീരുമാനിച്ചാൽ എന്ത് നെറ്റ് സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ടു സെൽ, അങ്ങനെ വിറ്റാൽ എന്ത് നെറ്റ് എമൗണ്ട് കിട്ടും എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും.
സോ ആ എമൗണ്ട്, ഈ രണ്ട് എമൗണ്ട് നമ്മൾ നോക്കിയാൽ, ഒന്ന് ഉപയോഗിച്ചാൽ എന്ത് വാല്യൂ കിട്ടും, രണ്ട് വിറ്റാൽ എന്ത് വാല്യൂ കിട്ടും, ഈ രണ്ട് വാല്യൂസിൽ ഹയർ ആയിരിക്കും നമ്മളുടെ അസറ്റിന് മാക്സിമം അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വാല്യൂ. സപ്പോസ് അത് 48,000 ഉള്ളൂ എങ്കിൽ അപ്പോൾ അസറ്റിൽ വന്നേക്കുന്ന അഡീഷണൽ വാല്യൂ റിഡക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇമ്പയർമെന്റ് ലോസ് എന്ന് പറയുന്ന സംഭവം റെക്കോർഡ് ചെയ്യുക. സോ ഇവിടെ നമ്മൾ എന്തിനു വേണ്ടിയാണ്, ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ടു കംപ്ലൈ വിത്ത് ദി പ്രൂഡൻസ് കോൺസെപ്റ്റ്. സോ ദി ഡിപ്രീസിയേഷൻ ഇസ് ടു കംപ്ലൈ വിത്ത് ദി മാച്ചിങ് കോൺസെപ്റ്റ്, വെറസ് ഇമ്പയർമെന്റ് എന്ന് പറയുന്ന എക്സസൈസ് നമ്മൾ ചെയ്യുന്നത് ആ ഡിപ്രീഷിയേറ്റഡ് വാല്യൂ കഴിഞ്ഞിട്ടും അസറ്റിന് അത്രയും വാല്യൂ ഇല്ല, ഇറ്റ് ഈസ് മച്ച് ലോവർ ദാൻ ദാറ്റ് എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം, വാല്യൂ റിഡക്ഷൻ അഡീഷണലി അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇമ്പയർമെന്റ് ലോസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡിപ്രീസിയേഷൻ വിസസ് ഇമ്പയർമെന്റ് എന്താണ് വ്യത്യാസം, എന്താണ് ഇതിൻ്റെ അണ്ടർലൈൻ ലോജിക് എന്നുള്ളത് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി അടുത്തത് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സംഭവം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ റീവാലുവേഷൻ ആൻഡ് ഇമ്പയർമെന്റ്. സോ റീവാലുവേഷനും ഇമ്പയർമെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ റീവാലുവേഷനും ഇമ്പയർമെന്റും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ റീവാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു എൻറ്റിറ്റിയുടെ കേസിൽ അവർ ലാൻഡ് ചിലപ്പോൾ 1950 മേടിച്ചായിരിക്കും, 1940 വാങ്ങിച്ചായിരിക്കും, കമ്പനി തുടങ്ങിയ സമയത്ത് വാങ്ങിച്ചായിരിക്കും. അപ്പം ചിലപ്പോൾ അവർക്കൊരു 10 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ റെക്കോർഡ് ചെയ്തിരിക്കുന്ന 40,000 രൂപ 50,000 രൂപ എന്ന് പറയുന്നത് ചെറിയ എമൗണ്ടിലായിരിക്കും. പക്ഷെ ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ ആസെറ്റിൻ്റെ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ കോടികൾ കാണും, ചിലപ്പോൾ 50 കോടി 60 കോടി ആയിരിക്കും. അപ്പോൾ ഈ 50,000 ആണ് ഈ ലാൻഡിൻ്റെ വാല്യൂ ബുക്സിൽ കിടക്കുന്നതെങ്കിൽ യൂസേഴ്സിന് ഇത്രയും വാല്യൂ ഉള്ള ലാൻഡാണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെ ഏതെങ്കിലുമൊക്കെ അസറ്റിൻ്റെ കേസിൽ അസറ്റിൻ്റെ ഇന്നത്തെ വാല്യൂ യൂസർ അറിയുന്നതാണ്, നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് കൊടുക്കുന്നതാണ് ബെറ്റർ എന്ന് തോന്നുന്ന സിറ്റുവേഷനിലാണ് ഒരു എൻറ്റിറ്റി ഈ കോസ്റ്റ് ബേസ്ഡ് അക്കൗണ്ടിങ് മാറ്റി റീവാല്യൂ ചെയ്യാനായിട്ട് തീരുമാനിക്കുക. അപ്പോൾ റീവാല്യൂ ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവിടെ റീവാല്യുവേഷൻ നടക്കുന്ന ഡേറ്റിൽ എത്രയാണ് ഫെയർ വാല്യൂ എന്നുള്ളത് കണ്ടുപിടിക്കും. അപ്പോൾ ആ ഫെയർ വാല്യൂവും ബുക്കിലുള്ള വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് കൺസിഡർ ചെയ്യും. അപ്പോൾ അവിടെ നമുക്ക് റീവാലുവേഷൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നമുക്ക് കിട്ടും. അപ്പോൾ റീവാലുവേഷനിൽ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ P&L എടുക്കില്ല, വിൽ ടേക്ക് ഇറ്റ് ടു റീവാലുവേഷൻ റിസർവ് ഓർ റീവാലുവേഷൻ സർപ്ലസ് അക്കൗണ്ട്. ഇനി റീവാലുവേഷൻ ലോസ് ആണെങ്കിൽ വിൽ ടേക്ക് ഇറ്റ് ടു P&L. അവിടെയും വീണ്ടും പ്രൂഡൻസ് കോൺസെപ്റ്റ് ആണ്. പ്രോഫിറ്റ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യരുതെന്നാണ് സ്റ്റാൻഡേർഡ് പറയുന്നത്, അല്ലെങ്കിൽ പ്രൂഡൻസ് കോൺസെപ്റ്റ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രോഫിറ്റ് വന്നാൽ നമ്മൾ P&L എടുക്കുന്നില്ല, റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നു. ബിക്കോസ് അതുകൂടി P&L വന്നാൽ അത് ശരിക്കും റിയലൈസ്ഡ് ആവാത്ത പ്രോഫിറ്റാണ്, യൂസേഴ്സിന് റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ P&L അത് എടുക്കാൻ പാടില്ല. നേരെ മറിച്ച് ലോസ് ആണ് വരുന്നതെങ്കിൽ പ്രൂഡൻസ് കോൺസെപ്റ്റ് പറയുന്നുണ്ട് ദി ലോസ് നീഡ്സ് ടു ബി പ്രൊവൈഡഡ് ഫോർ ഇമീഡിയറ്റ്ലി. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ലോസിൻ്റെ എമൗണ്ട് കൺസിഡർ ചെയ്യും. അപ്പം ഈ ഒരു ഇമ്പാക്റ്റ് കൊണ്ടാണ് നമ്മൾ P&L ലോസ് വന്നാൽ എടുക്കും, എന്നാൽ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങോട്ട് എടുക്കുക, റീവാലുവേഷൻ റിസർവിൽ എടുക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, റീവാലുവേഷൻ എന്ന് പറയുന്ന എക്സസൈസ് ചെയ്യുന്നത് അസറ്റിൻ്റെ വാല്യൂ കൂടിയാലും അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞാലും എന്താണ് ഫാക്ച്വൽ പൊസിഷൻ, ആ അസറ്റിൻ്റെ വാല്യൂ എത്രയുണ്ടെന്ന് യൂസറിന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി കൊടുക്കാനായിട്ടാണ്. സോ അവിടെ ഒരു ഇൻക്രീസ് ഇൻ വാല്യൂ ഉണ്ടെങ്കിലും ഡിക്രീസ് ഇൻ വാല്യൂ ഉണ്ടെങ്കിലും ബോത്ത് ഇഫക്ട് വിൽ ബി കൺസിഡേർഡ്. ദിസ് ഇസ് റീവാലുവേഷൻ. ഇനി ഇമ്പയർമെന്റിലേക്ക് വന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൂഡൻസ് കോൺസെപ്റ്റ് കംപ്ലൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇമ്പയർമെന്റ് കോൺസെപ്റ്റിന്റെ അല്ലെങ്കിൽ ഇമ്പയർമെന്റ് എന്ന് പറയുന്ന സംഭവത്തിന്റെ ഇന്റൻഷൻ. അപ്പം അവിടെ ഏതെങ്കിലും ഒരു അസറ്റിന്റെ വാല്യൂ കുറഞ്ഞുവെന്നൊരു ഇൻഡിക്കേഷൻ ഉണ്ട്, ഒരു ഇൻഡിക്കേഷൻ ഫോർ റിഡക്ഷൻ വാല്യൂ ഓഫ് അസറ്റ് ഉണ്ട്, ഇൻഡിക്കേഷൻ ഫോർ ഇമ്പയർമെന്റ് ഉണ്ടെങ്കിലാണ് നമ്മൾ അസറ്റിന്റെ വാല്യൂവും അതിന്റെ റിക്കവറബിൾ എമൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ നമ്മളുടെ റീവാലുവേഷനിലാകെ ഫെയർ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യാറുള്ളായിരുന്നു. പക്ഷേ ഇമ്പയർമെന്റിന്റെ സിറ്റുവേഷൻ വരുമ്പോൾ ഫെയർ വാല്യൂ അല്ല, നമ്മൾ അതിന്റെ റിക്കവറബിൾ എമൗണ്ടുമായിട്ടാണ് കമ്പയർ ചെയ്യുക. അതായത് വിറ്റാൽ എന്ത് കിട്ടും, ആ ഫെയർ വാല്യൂവിന്റെ എസ്റ്റിമേഷനിൽ ഉപയോഗിച്ച ആ വാല്യൂസ് ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട്. നെറ്റ് സെല്ലിംഗ് പ്രൈസ് നമ്മൾ എടുക്കുമ്പോൾ ഈ ഫെയർ വാല്യൂ അതിൽ നിന്ന് വിൽക്കുമ്പോൾ എന്തെങ്കിലും എക്സ്പെൻസ് വന്നാൽ അത് കുറച്ചിട്ടുള്ള നെറ്റ് എമൗണ്ട് നമ്മൾ എടുക്കുന്നു, അതൊരു വാല്യൂ. സെക്കൻഡ്ലി നമ്മൾ എന്തും കൺസിഡർ ചെയ്യും, ഇത് ബിസിനസ്സിൽ ഉപയോഗിച്ചാൽ എന്ത് വാല്യൂ കിട്ടും എന്നുള്ള ഇഫക്റ്റും കൺസിഡർ ചെയ്യും. റീവാലുവേഷനിൽ അങ്ങനെ ഇഫക്റ്റ് അല്ല കൺസിഡർ ചെയ്യുന്നത്, ഇന്ന് അസറ്റിന് എന്ത് വാല്യൂ ഉണ്ടെന്നുള്ള ഇഫക്റ്റാണ് കൺസിഡർ ചെയ്യുന്നത്. നേരെ മറിച്ച് ഇമ്പയർമെന്റ് വരുമ്പോൾ
വിറ്റാൽ എന്ത് വാല്യൂ ആണെന്നുള്ളത് നമ്മൾ നോക്കും, അതുപോലെ തന്നെ ഉപയോഗിച്ചാൽ എന്താണ് വാല്യൂ എന്നുള്ള ഇഫക്റ്റ് നമ്മൾ നോക്കും. സോ ബോത്ത് ഇഫക്റ്റ് വിൽ ബി കൺസിഡേർഡ്. ഇനി അങ്ങനെ കൺസിഡർ ചെയ്തിട്ടുള്ള റിക്കവറബിൾ എമൗണ്ട് എടുക്കും. ആ റിക്കവറബിൾ എമൗണ്ടും ക്യാരിയിങ് എമൗണ്ടും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. അങ്ങനെ കമ്പയർ ചെയ്യുന്ന സിറ്റുവേഷനിൽ അവിടെ പ്രോഫിറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ അസറ്റിന്റെ വാല്യൂവിനേക്കാൾ കൂടുതൽ എമൗണ്ട് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ വി വിൽ നോട്ട് കൺസിഡർ ദാറ്റ് ഇഫക്ട്. ബിക്കോസ് പ്രൂഡൻസ് കോൺസെപ്റ്റ് കംപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ്. അവിടെ പ്രോഫിറ്റ് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് അക്കൗണ്ട് ചെയ്യാൻ പാടില്ല. ദെയർഫോർ ഇമ്പയർമെന്റ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് ക്യാരിയിങ് എമൗണ്ടിലും കൂടുതൽ റിക്കവറബിൾ എമൗണ്ട് വന്നാൽ വി വിൽ ഇഗ്നോർ ഇറ്റ്സ് ഇഫക്ട്. നേരെ മറിച്ച് നിങ്ങൾക്ക് ഇമ്പയർമെന്റ് റിവ്യൂ ചെയ്യുമ്പോൾ റിക്കവറബിൾ എമൗണ്ട് കുറവാണ്, അവിടെ ഒരു ലോസ് വരുന്ന സിറ്റുവേഷനിലാണെങ്കിൽ ഇറ്റ് ഇസ് ടു ബി റെക്കഗ്നൈസ്ഡ് ഇമീഡിയറ്റ്ലി. അപ്പോൾ ആ ലോസ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. സോ ഇതാണ് നമ്മളുടെ ഈ പറയുന്ന റീവാലുവേഷനും ഇമ്പയർമെന്റും തമ്മിൽ വരുമ്പോഴുള്ള വ്യത്യാസം. ഇനി ഇമ്പയർമെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വേറൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. റീവാല്യൂ ചെയ്തിരിക്കുന്ന അസറ്റ് ആണെങ്കിലും കോസ്റ്റ് മോഡലിലുള്ള അസറ്റ് ആണെങ്കിലും ഏത് രീതിയിലുള്ള അസറ്റ് ആണെങ്കിലും വി വിൽ കൺസിഡർ ദിസ് ഫോർ ഇമ്പയർമെന്റ് പർപ്പസ്. വാല്യൂ കുറഞ്ഞതെന്ന് തോന്നുവാണെങ്കിൽ ഏത് സിറ്റുവേഷനിലുള്ള അസറ്റ് ആണെങ്കിലും റീവാല്യൂ ചെയ്ത് അക്കൗണ്ട് ചെയ്തിരുന്നതാണെങ്കിൽ പോലും വിൽ ഡു ദി ഇമ്പയർമെന്റ് റിവ്യൂ. അപ്പോൾ ഇതാണ് ഈ രണ്ട് സംഭവങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഡിപ്രീസിയേഷനും ഇമ്പയർമെന്റ് ലൂസും തമ്മിലുള്ള വ്യത്യാസവും അതുപോലെ തന്നെ റീവാലുവേഷനും ഇമ്പയർമെന്റ് എന്ന് പറയുന്ന എക്സസൈസും തമ്മിലുള്ള വ്യത്യാസവും. ഓക്കെ, അപ്പം ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദിസ് കോൺസെപ്റ്റ്. അപ്പോൾ ഏതാണ് ഇനി കൺഫ്യൂസ്ഡ് ആവാതിരിക്കുക. എന്തിനാണെന്നുള്ള പർപ്പസും കൂടി നോക്കി നിങ്ങൾ ഈ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുക. എന്തിനാണ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അത് നിങ്ങളുടെ മനസ്സിലിരിക്കുകയും ചെയ്യുക. സോ അതുകൊണ്ടാണ് ഈ കോൺസെപ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്